സന്ദീപ് വാര്യർ, നിലപാടിൽ ഒരു പുതുമയില്ല എന്നാണ് ഇപ്പോൾ ശ്രീ ജയേന്ദ്രൻ പറയുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ പാർട്ടി നേതാക്കൾ തന്നെ വീടുകളിൽ പോയി ഞങ്ങൾക്ക് പിഴവ് പറ്റിയെന്ന് പറഞ്ഞ കാര്യം നമ്മുടെ മുന്നിലുണ്ട്. ആ നിലപാടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു പുതിയ നിലപാടല്ല, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എടുത്തിരിക്കുന്ന നിലപാടാണ്. അപ്പോൾ ഇപ്പോൾ ഇത് പറയേണ്ടി വന്നിരിക്കുന്നത് നാളെ ഇപ്പോൾ സുപ്രീം കോടതി ഈ വിഷയം പരിഗണിക്കാനിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നിലപാട് മാറ്റം അല്ലെങ്കിൽ ഒളിച്ചുകളി എന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദം ഇവിടെ നിൽക്കുമോ എന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, ഈ വിഷയം സുപ്രീം കോടതി പരിഗണിക്കാൻ പോവാണ്. ബഹുമാനപ്പെട്ട ഇടത് നിരീക്ഷകന്റെ വാദം എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ശ്രീ സന്ദീപ് വാര്യർ, ബഹുമാനപ്പെട്ട ഇടത് നിരീക്ഷകൻ ഈ സുപ്രീം കോടതിയിൽ ഈ കേസുകളൊക്കെ എപ്പോൾ വരും, എത്ര കാലം മാറ്റിവെക്കുമെന്ന് സംബന്ധിച്ച് CPM-നും BJP-ക്കും തമ്മിലാണല്ലോ ധാരണ ഉണ്ടാവുക. അപ്പോൾ പൊതുസമൂഹത്തിനും മാധ്യമങ്ങൾക്കും ഒന്നും ഇതറിയാൻ വലിയ പ്രയാസമായിരിക്കും. കാരണം അവിടെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വക്കീൽ ഹാജരാകുമോ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കേസ് നീട്ടിവെക്കാൻ ശ്രമം ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ അതിൻ്റെ സൂചനയാണല്ലോ ഇപ്പോൾ ഇടത് നിരീക്ഷണം നൽകുന്നത്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസ് നീട്ടിവെക്കാൻ വേണ്ടി, അത് മാറ്റിവെക്കാൻ വേണ്ടിയുള്ളൊരു പരിശ്രമം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവും എന്നുള്ള വ്യക്തമായ സൂചനയാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പരാമർശത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞ കാര്യത്തിലെ ഒരു പ്രശ്നം എന്താ? അദ്ദേഹം പറഞ്ഞത് സത്യവാങ്മൂലം എന്നൊരു പ്രശ്നമേ അല്ലെന്ന്. സത്യത്തിൽ ഈ ഇടത് സർക്കാരിൻ്റെ സത്യവാങ്മൂലമാണ് ഈ കേസിന് മുഴുവൻ ആധാരമായിട്ടുള്ള വിധി ഉണ്ടാക്കിയത്. ആ വിധി സർക്കാരിൻ്റെ ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത സത്യവാങ്മൂലമായിരുന്നു നിലനിന്നിരുന്നെങ്കിൽ, അതിൽ മാറ്റം വരുത്തിയിട്ടില്ലായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും കോടതി വിധി പോലും മറ്റൊരു രീതിയിലാകുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ സംസ്ഥാന സർക്കാർ വളരെ ഗൗരവത്തോടു കൂടി ഭരണഘടനാ മൂല്യങ്ങൾ, അതുപോലെ തുല്യത, അതുപോലെയുള്ള മൂല്യങ്ങളെല്ലാം, സ്ത്രീ സുരക്ഷ, സ്ത്രീ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള മൂല്യങ്ങളൊക്കെ വിശ്വാസത്തിനും ആചാരങ്ങൾക്കും മുകളിലാണെന്നുള്ളൊരു നിലപാട് കോടതിയിൽ കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ളൊരു വിധി കോടതികൾക്കും പുറപ്പെടുവിക്കേണ്ടി വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അതിപ്പോൾ റിവിഷനിലേക്ക് പോയിരിക്കുന്നു. പക്ഷേ ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ, അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ ഏറ്റ വലിയ പരാജയത്തെ തുടർന്ന് കേരളത്തിലെ ജനങ്ങളോട്, പൊതുസമൂഹത്തോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിൽ വാക്ക് പാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. ആ വാക്ക് എന്താണ്? വാക്ക് ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ അവർക്ക് അതിലൊരു മനസ്താപമുണ്ടെങ്കിൽ, മാറ്റം വരുത്താൻ, ഗോവിന്ദമാഷ് പറഞ്ഞ പോലെ മാറ്റം വരുത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടൊരു സത്യവാങ്മൂലമായി കോടതിയിൽ കൊടുത്തുകൂടാ? കോടതിയിൽ ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് സ്വാധീനിക്കപ്പെടില്ലേ? സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നാണ് നിലപാടെങ്കിൽ തീർച്ചയായിട്ടും അത് കോടതിയിൽ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന നിലപാടിന് കൂടുതൽ കരുത്ത് നൽകില്ലേ? അപ്പോൾ ഈ CPM-ൻ്റെ സർക്കാരിൻ്റെ, പിണറായി സർക്കാരിന് ഈ ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് അല്പം പോലും ആഗ്രഹമില്ല എന്ന് മാത്രമല്ല, ഇത് താൽക്കാലികമായിട്ട് ടൈം ബൈയിങ് തന്ത്രമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാസ്തവത്തിൽ ഈ കേസ് ഇപ്പോൾ വീണ്ടും സുപ്രീം കോടതി പരിഗണനയ്ക്കെടുക്കുമെന്ന പ്രതീക്ഷ അവർക്ക് ഒരുപക്ഷെ ഉണ്ടായിരിക്കില്ല. തീർച്ചയായിട്ടും അത് ആ പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ടായിരിക്കണം ഒരു ടൈം ബൈയിങ് തന്ത്രം പോലെ ഇത് നീട്ടി കൊണ്ടുവന്നത്. വീണ്ടും സമയം നീട്ടിയെടുക്കാനും ഈ കേസ് ഇലക്ഷൻ കഴിയുന്നവരെ മാറ്റിവെക്കാനുമുള്ളൊരു പരിശ്രമം എന്തായാലും അവർ നടത്തുമെന്നുള്ളത് ബഹുമാനപ്പെട്ട ഈ ഇടത് നിരീക്ഷകൻ്റെ നേരത്തെ നടത്തിയിട്ടുള്ള പ്രസ്താവന എന്ന് വ്യക്തവുമാണ്. പക്ഷേ ജനങ്ങളെ പറ്റിക്കുകയാണ്, അയ്യപ്പ ഭക്തരെ പറ്റിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. ഇവിടെ അയ്യപ്പ ഭക്തരെ വഞ്ചിക്കാൻ വേണ്ടി, അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള അയ്യപ്പ സംഘം പോലും ശബരിമലയിലെ ദേവസ്വത്തിൻ്റെ കോടാനുകൂടി വരുന്ന സ്വത്തുക്കൾ കൊള്ളയടിക്കാനുള്ള ഒരു ഉപാധിയാക്കി മാറ്റിയതും കേരളം കണ്ടതാണ്. അപ്പോൾ കോടാനുകൂടി വരുന്ന ദേവസ്വത്തിൻ്റെ മുതൽ സാധാരണക്കാരനായിട്ടുള്ള അയ്യപ്പ ഭക്തൻ പോയി കാണിക്കയിടുന്ന പണം, അത് ഇടതുപക്ഷ സർക്കാരിലെ ചില വേന്ദ്രന്മാർക്ക് അടിച്ചു മാറ്റാനുള്ള ഉപാധിയാക്കി അയ്യപ്പ സംഗമത്തെ മാറ്റുകയും മുഖ്യമന്ത്രിക്ക് കിടന്നുറങ്ങാൻ വേണ്ടി 1.5 ലക്ഷത്തിൻ്റെ സപ്രപഞ്ചക്കട്ടിൽ വാങ്ങിയിട്ടത് അടക്കമുള്ള വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇതെല്ലാം കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ ഈ സർക്കാരിനെ കുറിച്ചിട്ടുള്ള വലിയ തോതിലുള്ള പ്രതിഷേധം വീണ്ടും ഉയർത്തിയിരിക്കുകയാണ്. എന്തായാലും ശബരിമല വിഷയം വീണ്ടും ഉയർന്നു വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിലപാട് വിശദീകരിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. നേരത്തെ ഇവിടുത്തെ വിശ്വാസികൾക്ക് നൽകിയിട്ടുള്ള ഉറപ്പ്, അതല്ലെങ്കിൽ ഞങ്ങൾ ഈ വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന തരത്തിൽ നടത്തിയിട്ടുള്ള പ്രസ്താവനകളൊക്കെ ശരിയാണോ എന്ന് സംബന്ധിച്ച് ആ നിലപാട് വ്യക്തമാക്കേണ്ടത് കോടതിയിലാണ്. കോടതിയിൽ അവർ നിലപാട് വ്യക്തമാക്കാത്തിടത്തോളം കാലം നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്ത അതേ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണെന്നാണ് വിശ്വാസികൾ കരുതേണ്ടത്. അതായത് പിണറായി വിജയൻ മുതൽക്ക് സ്വരാജ് വരെയുള്ള CPM-ൻ്റെ വലുതും ചെറുതുമായിട്ടുള്ള നേതാക്കൾ മുഴുവൻ ശബരിമലയിലെ അയ്യപ്പ ഭക്തരെയും വിശ്വാസങ്ങളെയും അധിക്ഷേപിച്ച് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ മുഴുവൻ ഓൺ റെക്കോർഡ് കിടക്കുകയാണ്, പബ്ലിക് ഡൊമൈനിൽ കിടക്കുകയാണ്. നിങ്ങളുടേതടക്കമുള്ള ഡൊമൈനുകളിൽ സ്വരാജ് അടക്കമുള്ളവർ നടത്തിയിട്ടുള്ള അതിഹീനമായിട്ടുള്ള വിശ്വാസത്തിനെതിരായിട്ടുള്ള, ആചാരത്തിനെതിരായിട്ടുള്ള പരാമർശങ്ങൾ കിടക്കുകയാണ്. മാളികപ്പുറവും അയ്യപ്പനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു, അയ്യപ്പൻ്റെ ബ്രഹ്മചര്യം മുറിഞ്ഞു എന്ന രീതിയിൽ സ്വരാജ് നടത്തിയിട്ടുള്ള പ്രസംഗം നമുക്ക് മറക്കാൻ പറ്റുമോ?
അതുപോലെ തന്നെ തന്ത്രി കുടുംബത്തെ അവഹേളിച്ചുകൊണ്ട് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ ആർക്കാണ് മറക്കാൻ കഴിയുക? അന്നത്തെ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള വിശ്വാസികൾക്കെതിരായിട്ടുള്ള പ്രസംഗങ്ങളും അവരെ വേദനിപ്പിക്കുന്ന പരാമർശങ്ങളുമൊക്കെ ആർക്കാണ് മറക്കാൻ കഴിയുക? പി കെ ശ്രീമതിയും ആരിഫും ഒക്കെ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, ആരിഫ് എന്താ പറഞ്ഞത്? CPM ഒന്ന് വിചാരിച്ചാൽ ഒരു മിനിറ്റ് കൊണ്ട് 10,000-കണക്കിന് സ്ത്രീകളെ മല കയറ്റുമെന്ന് വെല്ലുവിളിച്ചല്ലോ ആരിഫ്. അതുപോലെയുള്ള പരാമർശങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് മറക്കാൻ കഴിയുക? എങ്ങനെയാണ് പൊറുക്കാൻ കഴിയുക? അപ്പോൾ CPMന് ഏതെങ്കിലും തരത്തിൽ നിലപാട് മാറ്റം ഉണ്ടെങ്കിൽ അത് തുറന്ന് പ്രഖ്യാപിക്കേണ്ട സമയമാണ്. അത് തുറന്ന് പ്രഖ്യാപിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത്. അത് പ്രഖ്യാപിക്കാതെ നടത്തുന്നത് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ അത് ഒളിച്ചുകളിയാണ്. Debate with Smriti Parathikkad.